നമസ്കാരം. പ്രധാന വാർത്തകൾ. ബംഗാൾ കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ. പശ്ചിമ ബംഗാൾ കോൺഗ്രസിന് ഇനി പുതിയ സംസ്ഥാന അധ്യക്ഷൻ. ശുഭാങ്കർ സർക്കാരാണ് പുതിയ അധ്യക്ഷൻ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു സർക്കാർ. മുൻ ലോക്സഭാ MP അദർ രഞ്ജൻ ചൌധരി ആയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൌധരി പരാജയപ്പെട്ടതോടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനോടാണ് ചൌധരി പരാജയപ്പെട്ടത്. അധ്യക്ഷ സ്ഥാനത്തിരുന്ന പാർട്ടിക്ക് നൽകിയ സംഭാവനകളെ ഹൈക്കമാൻഡ് പ്രകീർത്തിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് പരിശോധിക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ കുറിച്ചുള്ള ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് പരിശോധിക്കും. ഇന്നലെയാണ് 5 മാസത്തിനു ശേഷം അന്വേഷണം പൂർത്തിയാക്കി ADGP MR അജിത് കുമാർ റിപ്പോർട്ട് നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനുണ്ടായ ഏകോപനത്തിലെ വീഴ്ചയല്ലാതെ മറ്റു കാര്യങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നില്ല എന്നാണ് വിവരം. അന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന. അർജുനായുള്ള 3ാം ഘട്ട തെരച്ചിൽ ഇന്ന് തുടരും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനും മറ്റ് 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത നൽകിയ CP4 എന്ന പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ഡ്രഡ്ജർ ഈ പോയിന്റിന് സമീപത്ത് നങ്കൂരമിട്ട് ക്യാമറ ഉപയോഗിച്ച് അടിയിലെ ദൃശ്യം പകർത്തും. ഡ്രഡ്ജർ കമ്പനിയുടെ ഡ്രൈവർമാരാണ് ജലത്തിനടിയിൽ ഉപയോഗിക്കാവുന്ന ക്യാമറയുമായി മുങ്ങുക. സ്വമേധയാ പുഴയിൽ തിരച്ചിലിറങ്ങുന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നും രാവിലെ മുങ്ങി പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് പിടിവീഴും. യുവനടിയുടെ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് പോലീസ്. ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചത് അന്വേഷണ സംഘം. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി വിധി വരുന്നതിന് പിന്നാലെ തുടർ നടപടികളും കുറ്റപത്രവും നൽകാനാണ് തീരുമാനം. ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയിൽ മരുന്നുകൾ വാഗ്ദാനം ചെയ്ത മോദി. നാളെ ട്രംപിനെ കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഡെലവയറിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി 40 ദശലക്ഷം വാക്സിൻ ഡോസുകളും റേഡിയോ തെറാപ്പി ചികിത്സയും ഉൾപ്പെടെ നൽകുമെന്ന് ക്യാൻസർ മൂൺ ഷോട്ട് പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ എന്നീ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടി പുരോഗമിക്കുകയാണ്.